നമ്മൾ ചെയ്തുവെന്ന് തെളിയിക്കപ്പെടുക പോലും ചെയ്യാത്ത ഒരു കുറ്റത്തിന് ഇന്നത്തെ ഇന്ത്യയിൽ ലഭിക്കുന്ന ശിക്ഷ എന്തായിരിക്കും? ക്രൂരമായ പോലീസ് മർദ്ദനമാകാം. 16 വയസ്സുള്ള ഒരു ദലിത് കുട്ടി ഇന്നവൻ സ്വന്തം ജീവന് വേണ്ടി ഫൈറ്റ് ചെയ്യുകയാണ് ജയ്പൂർ നിംസ് ഹോസ്പിറ്റലിൻ്റെ ICUവിൽ. കോടതി അവന് വിധിച്ച ശിക്ഷയല്ലിത്. ഭിവാടി ഫേസ് 3 പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ സ്വന്തമായി മർദ്ദിച്ചെഴുതിയ വിധിയാണിത്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 21 ഉച്ചതിരിഞ്ഞ് 3 മണിയോടെയാണ് ഏതോ മോഷണക്കേസെന്നും പറഞ്ഞ് ഇവർ ഈ കുട്ടിയെ വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടു പോകുന്നത്. പോകുമ്പോൾ യാതൊരു ആരോഗ്യ പ്രശ്നവുമില്ലാതിരുന്ന കുട്ടിയാണ് ഇപ്പോൾ മരണത്തോട് മല്ലടിച്ച് വെന്റിലേറ്ററിൽ കിടക്കുന്നത്. കഴിഞ്ഞ 2.5 മാസത്തിനുള്ളിൽ 170 കസ്റ്റഡി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള രാജ്യമാണിതെന്ന് ഓർക്കണം. ഓരോ വാർത്തകൾക്കും ഓരോ മരണങ്ങൾക്കും ശേഷം ഇത് ആവർത്തിക്കപ്പെടുന്നില്ല എന്ന് പറയുന്നതല്ലാതെ എന്താണ് നമ്മുടെ സിസ്റ്റം ചെയ്തിട്ടുള്ളത്? മൂന്നാം മുറകൾ അവസാനിക്കുന്നില്ല. പല സംസ്ഥാനങ്ങളിൽ പല പേരുകളിൽ ഒരേ കഥ. കസ്റ്റഡി എന്നത് ശിക്ഷാവിധിയല്ല എന്ന് എത്ര ആവർത്തി പറയണം? പോലീസ് എന്ന സിസ്റ്റം ജനങ്ങളെ തൂക്കിലേറ്റാനുമല്ല, ജാതിയല്ല ഒരു മനുഷ്യനെ അളക്കുന്ന അളവുകോൽ. പഴകിയ ഭക്ഷണം വിളമ്പിയത് ചോദ്യം ചെയ്ത ദലിത് യുവാവിനെ തല്ലിക്കൊന്ന ഗുജറാത്ത്, മേൽജാതിക്കാരിയെ പ്രണയിച്ചതിന് ദലിത് യുവാവിനെ തല്ലിക്കൊന്ന തമിഴ്നാട്, ദലിത് ബാലനെ കൊണ്ട് അധ്യാപകർ കക്കൂസ് കഴുകിച്ച ജാർഖണ്ഡ്, നവദമ്പതികളെ ക്ഷേത്രത്തിൽ കയറാൻ അനുവദിക്കാതെ തല്ലിച്ചതച്ച മധ്യപ്രദേശ്, കുതിരപ്പുറത്ത് കയറിയതിന് ഭിന്നശേഷിക്കാരനെ വലിച്ചിറക്കി മർദ്ദിച്ച മധ്യപ്രദേശ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സനാതന ഇന്ത്യയിൽ നടന്ന ദലിതർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളാണിത്. ഇതേപോലെയുള്ള ഏതൊരു കുറ്റകൃത്യത്തിലും പോലീസ് തെറ്റുകാരെ സംരക്ഷിക്കുന്നു. പ്രതിഷേധം തുടങ്ങുന്നതുവരെ, ശബ്ദം ഉയരുന്നതുവരെ പോലീസ് നിഷ്ക്രിയരാണ്. നീതിക്ക് വേണ്ടി ശബ്ദമുയർത്താത്തിടത്തോളം കാലം നീതി ദേവതയുടെ കണ്ണ് മൂടപ്പെട്ടു തന്നെയിരിക്കും. ഇത് രാജസ്ഥാനിലെ ആ ഒരു കുട്ടിയുടെ കാര്യം മാത്രമല്ല. പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തെ അടിച്ചമർത്താൻ ഒത്താശ ചെയ്യുന്ന ഈ സിസ്റ്റമാണ് ഇവിടെ ഇല്ലാതെയാവേണ്ടത്. ഇന്ന് നമ്മൾ നിശബ്ദരായാൽ നാളെ ആ സിസ്റ്റത്തിൻ്റെ ഭാഗമായി നമ്മളും മാറും. ശബ്ദമുയർത്തുക, ചോദ്യം ചെയ്യുക, നീതിക്കായി പോരാടുക. നീതി ലഭിക്കാൻ വൈകുന്നത് അനീതി മാത്രമല്ല, അത് ജീവനും മരണത്തിനുമിടയിലുള്ള സമയവും കൂടിയാണ്. നാളെ അവർ തേടി വരുന്നത് നിങ്ങളെയാവാം.